ചിക്കൻ കുക്കർ ബിരിയാണി. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. 4 ഗ്ലാസ് അരിയാണ് എടുത്തത്. 2 സവാള, 1 ഗാർലിക്, 2 പീസ് ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പുതിനയില, 1 ടൊമാറ്റോ. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. ഒരു സവാള എടുത്ത് നൈസായിട്ട് കട്ട് ചെയ്ത്, ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാനുള്ള ഉള്ളിയാണ്. ഒരു ടേബിൾ സ്പൂണ് നെയ്യാണ് എടുത്ത് അതിൽ സവാള ഇട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് കാഷ്യൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് കിസ്മിസ് കൂടെ ഇട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കണം. നമുക്ക് ഈ ഫ്രൈ പാനിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ്, കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പീസ് ഇട്ട് കൊടുക്കുക. കുറച്ച് കറി ലീവ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ആ ഓയിലിലേക്ക് തന്നെ നേരത്തെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് നന്നായി വഴറ്റുക. അതിനുശേഷം മസാലപ്പൊടികൾ, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല, മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂണ് തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇത് നമ്മൾ 4 ഗ്ലാസ്സാണ് അരി എടുത്തിട്ടുള്ളത്. 7 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് സ്പൈസസ് ഇട്ട് തിളച്ച് വരുമ്പോൾ അരി ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നേരത്തെ റെഡിയാക്കി വെച്ച് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ നെയ്യൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഓണിയനും കൂടി ഇട്ട് കൊടുക്കുക.